അന്യനായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ജനറൽ കൺവീനറാണ് തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൽ IAS. ഇപ്പൊ കേരളം ഒരിക്കൽ കൂടി ചരിത്രം സൃഷ്ടിക്കുകയാണ്, രാജ്യത്തിന് മാതൃകയാവുകയാണ്. 2021 രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരമേറ്റെടുത്ത ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗമെടുത്ത ഒന്നാമത്തെ തീരുമാനമാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര സംയോജിത പദ്ധതി നടപ്പാക്കുക എന്നത്. അന്ന് ലക്ഷ്യമിട്ടത് 2025 നവംബർ 1 ആകുമ്പോഴേക്കും ഈ ലക്ഷ്യം കൈവരിക്കണം എന്നതാണ്. കൃത്യമായി ആ സമയബന്ധിതമായി തന്നെ ആ ലക്ഷ്യം ഇപ്പോൾ കൈവരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഏറെക്കുറെ 99% കൈവരിച്ചു കഴിഞ്ഞു. അടുത്ത ഏതാനും ദിവസം കൊണ്ട് 100%-ത്തിലെത്തും. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാവുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് മാത്രമല്ല, ലോകത്ത് ഇതിനു മുമ്പ് ചൈനയാണ് വിജയകരമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയിട്ടുള്ളത്. ചൈനയ്ക്ക് ശേഷം രണ്ടാമത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുന്ന പ്രദേശമായി ലോകത്ത് തന്നെ കേരളം മാറുകയുമാണ്. ഞാൻ ഇതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഇവിടെ പോകുന്നില്ല. ആദ്യം ഗവൺമെന്റ് ചെയ്തത് കുടുംബശ്രീ മുഖേന വിപുലമായൊരു സർവേ നടത്തുകയാണ്. ആ സർവേയിലൂടെ കണ്ടെത്തിയത് 64,006 കുടുംബങ്ങളെയാണ്. ആ 64,006 കുടുംബങ്ങൾ അതിദരിദ്രരാവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ക്ലേശഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിർണയിക്കുകയുണ്ടായി. ആ ക്ലേശഘടകങ്ങൾ ഓരോന്നും പരിഹരിക്കുന്നതിനാവശ്യമായ പ്രത്യേകം മൈക്രോ പ്ലാൻ ഓരോ കുടുംബത്തിനും വേണ്ടി തയ്യാറാക്കി. ആ മൈക്രോ പ്ലാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളും ഏകോപിച്ച് കഴിഞ്ഞ 4 വർഷമായിട്ട് നടപ്പാക്കിയിട്ടാണ് ഈ നേട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൽ ഒരു നോഡൽ വകുപ്പായി പ്രവർത്തിച്ചത് തദ്ദേശ വകുപ്പാണ്. പ്രാദേശിക തലത്തിൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷന്റെ നേതൃത്വം തദ്ദേശ സ്ഥാപനങ്ങൾക്കായിരുന്നു. എന്നാൽ സർക്കാരാകെ എല്ലാ സർക്കാർ വകുപ്പുകളും ഇതിൽ ഉത്തരവാദിത്വങ്ങൾ, അവരവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. ഇപ്പൊ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, വിദ്യാഭ്യാസം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവശ്യമായ തീരുമാനങ്ങൾ, പ്രത്യേകമായ ഉത്തരവുകൾ ഇതിലൂടെ നടപ്പാക്കി. മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു ആരോഗ്യം. ഇപ്പോ അതിദരിദ്രരാവാൻ പലരും ഇടയാക്കിയത് മാരകമായ രോഗങ്ങളും മറ്റുമൊക്കെയാണ്. അപ്പൊ അത് ആരോഗ്യ വകുപ്പ് പ്രത്യേകമായി തന്നെ ഈ അതിദരിദ്ര പട്ടികയിലുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കി. ഉപജീവനം, വരുമാനം, ഇത് ഒരു പ്രധാന ഘടകമായിരുന്നു. ഏതാണ്ട് 4,000-ലധികം പേർക്ക് ഉപജീവനം ഉറപ്പാക്കാൻ കുടുംബശ്രീയാണ് ചുമതലപ്പെടുത്തിയത്. കുടുംബശ്രീ നടപ്പാക്കി ഉജ്ജീവനം എന്ന പദ്ധതിയിലൂടെ അവർക്ക് ഉപജീവന പദ്ധതികൾ നമുക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞു. ഗതാഗത വകുപ്പ് ഈ അതിദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികൾക്ക് യാത്ര സൗജന്യമാക്കുകയുണ്ടായി. റവന്യൂ വകുപ്പ് ഭൂമി കണ്ടെത്തുന്നതിന്, വീടില്ലാത്തവർക്കും വീട് വെക്കാൻ ഭൂമിയില്ലാത്തവർക്കും ഭൂമി കണ്ടെത്തുന്നതിന് റവന്യൂ വകുപ്പ് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയുണ്ടായി. ധനകാര്യ വകുപ്പ് ഇതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള തുക വകയിരുത്തിയിട്ടുണ്ടായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്കായി. ഇങ്ങനെ റേഷൻ കാർഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട റേഷൻ കാർഡ്, BPL കാർഡ് ഇല്ലാത്ത എല്ലാവർക്കും ഒറ്റ ഉത്തരവിലൂടെ സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കാർഡ് ലഭ്യമാക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു സർക്കാർ അങ്ങേയറ്റത്തെ ഏകോപനത്തോടുകൂടി പ്രവർത്തിച്ചതിന്റെ നേട്ടമാണ്. ഇതിന് മുഴുവൻ മാർഗദർശനം നൽകിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചത്. ഓരോ ഘട്ടത്തിലും അതിന്റെ വിലയിരുത്തൽ, പരിശോധനകൾ മുഖ്യമന്ത്രിയുടെ തലത്തിൽ തന്നെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ വളരെ സുസംഘടിതമായ, ഏകോപിതമായ, കാര്യക്ഷമമായ ഒരു ഇടപെടലിലൂടെയാണ് 4 വർഷം കൊണ്ട് സർവേയിലൂടെ കണ്ടെത്തിയ അതിദരിദ്രരെ മുഴുവൻ അതിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞത്. ഇതിനർത്ഥം ഇതോടുകൂടി ഇനി അതിദാരിദ്ര്യം ഉണ്ടാവില്ല എന്നുള്ളതല്ല. തുടർ ജാഗ്രത പുലർത്തണമെന്നാണ് സർക്കാർ കണ്ടിട്ടുള്ളത്.
ഇപ്പോ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായവർ വീണ്ടും അതിൽ പോകാതിരിക്കാനുള്ള ജാഗ്രതയും കരുതലും ഉണ്ടാവും. ഒപ്പം ഇനി ആരും അതിദാരിദ്ര്യത്തിലേക്ക് പോകാതിരിക്കാനുമുള്ള ശ്രദ്ധയുണ്ട്. അതിനുള്ള തുടർ പ്രവർത്തനങ്ങളും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോ നമ്മൾ പ്രഖ്യാപിക്കുന്നത് 2021 നടത്തിയ സർവേയിലൂടെ കണ്ടെത്തിയ 64,006 കുടുംബങ്ങളാണ്, വ്യക്തികളല്ല, കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളെ അതിൽ നിന്ന് മോചിപ്പിച്ച ഇതിന്റെ പ്രഖ്യാപനമാണ് ഇപ്പൊ നടത്തുന്നത്. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി സർക്കാർ നേരിട്ടത് വീടില്ലാത്തതും സ്ഥലമില്ലാത്തതുമായിരുന്നു. വീടില്ലാത്ത മുഴുവൻ ആളുകളെയും ഒറ്റ ഉത്തരവിലൂടെ ലൈഫ് ലിസ്റ്റിൽ കൊണ്ടുവന്നു. ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അതിദരിദ്രരുണ്ടായിരുന്നു. അവരെ മുഴുവൻ ഒറ്റ ഉത്തരവിലൂടെ ലൈഫ് ലിസ്റ്റിൽ കൊണ്ടുവന്നു. അവർക്ക് വീട് ഉറപ്പാക്കി. അപ്പോ അവശേഷിച്ച പിന്നൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി വീട് വെക്കാൻ സ്ഥലമില്ലാത്തവരാണ്. സർക്കാർ വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു തീരുമാനമെടുത്തു. ഏത് വകുപ്പിന്റെയും സ്ഥലം ജില്ലാ കളക്ടർമാർക്ക് അതിദരിദ്ര പട്ടികയിൽപ്പെട്ട വീട് വെക്കാൻ കിടപ്പാടത്തിന് സ്ഥലമില്ലാത്തവർക്ക് പതിച്ചു കൊടുക്കാം എന്ന്. ആ പ്രക്രിയ ഇപ്പൊ ഏറെക്കുറെ പൂർത്തിയായി. 1-ാം തീയതി ആവുമ്പോഴേക്കും ഭൂരഹിതരായ, ബാക്കി എല്ലാ ഘടകങ്ങളും നേരത്തെ തന്നെ പരിഹരിച്ചു കഴിഞ്ഞു, ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഭൂമി പതിച്ചു കൊടുക്കുകയും ലൈഫ് പദ്ധതിയിൽ വീട് വെക്കാനുള്ള എഗ്രിമെന്റ് വെക്കുകയും ആദ്യ ഗഡു കൊടുക്കുകയും ചെയ്യും. അത് നവംബർ 1 ആവുമ്പോഴേക്കും ഉറപ്പുവരുത്തും. നവംബർ 1 വരെ പോകേണ്ട കാര്യമില്ല, 25 ആവുമ്പോഴേക്കും ആ ലക്ഷ്യം കൈവരിക്കും. ഇത് ഈ ഭവന നിർമ്മാണത്തിന്റെ കാര്യം വരുന്ന സമയത്ത് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് എല്ലാവരുടെയും വീട് ഇപ്പൊ പണി നവംബർ 1 ആവുമ്പോഴേക്കും പൂർത്തിയാവില്ല. അപ്പൊ ആവശ്യപ്പെട്ട മുഴുവൻ ആളുകൾക്കും അതുവരെ വാടകയ്ക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ അത്തരം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചിലര് ആവശ്യമില്ല എന്നറിയിച്ചവരുണ്ട്, ചിലർ ബന്ധുക്കളുടെ കൂടെയൊക്കെ താമസിക്കുന്നവരുണ്ട്. വീട് പണി പൂർത്തിയാവുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറിക്കോളാം എന്ന് പറഞ്ഞവരൊഴിച്ച് ഇപ്പോൾ താമസിക്കാൻ സൗകര്യമില്ലാത്ത അതിദരിദ്രർക്ക് മുഴുവൻ വാടക വീടെടുത്തു കൊടുത്ത് പുനരധിവസിപ്പിക്കുകയാണ്. ഇതാണ് ചുരുക്കി ഇപ്പോ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതില് ഒരു 4,729 കുടുംബങ്ങൾ ഈ അതിദരിദ്ര പട്ടികയിൽ നിന്ന് പിന്നീട് മാറിപ്പോയവരുണ്ട്. ഞാനൊരു വിശദമായിട്ടുള്ള റിപ്പോർട്ടൊക്കെ 1-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കണക്കുകളിലേക്ക് മുഴുവൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ മാറിപ്പോയത് കുറെ പേര് ഇതിനിടയിൽ മരിച്ചുപോയവരാണ്. ഏകാംഗ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു, മരിച്ചുപോയവരുണ്ട്. ചിലർ സ്വന്തം നിലയിൽ തന്നെ അതിൽ നിന്ന് പുറത്തു കടന്നവരും ആനുകൂല്യങ്ങൾ ആവശ്യമില്ല എന്ന് രേഖാമൂലം സർക്കാരിന് എഴുതി തന്നവരൊക്കെയാണ്. അപ്പൊ അത് കഴിച്ചുള്ള കണക്കാണ് ഈ പറയുന്നത്. പിന്നെ ഇരട്ടിപ്പ് വന്ന് 47 കേസും ഉണ്ടായിരുന്നു. അത് എല്ലാം ഉൾപ്പെടെ 4,729 കുടുംബങ്ങൾ ഒഴികെ 59,277 കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത്. ഈ ചരിത്ര നേട്ടം സമുചിതമായി തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് സർക്കാർ കാണുന്നത്. നവംബർ 1 വൈകുന്നേരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളം അതിദാരിദ്ര്യമുക്തമായതിന്റെ പ്രഖ്യാപനം നടത്തും. അതില് ബഹുമാന്യരായിട്ടുള്ള മന്ത്രിമാരെല്ലാവരും പങ്കെടുക്കും. മുഴുവൻ ക്യാബിനറ്റും അതിലുണ്ടാവും. അതോടൊപ്പം ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ, ശ്രീ കമലഹാസൻ എന്നിവരും പ്രത്യേക അതിഥികളായിട്ട് ആ അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് മുമ്പും ശേഷവും കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. കേരളം കൈവരിച്ചൊരു വലിയ നേട്ടം വളരെ ഉചിതമായ നിലയിൽ തന്നെ ഒരു ജനകീയ ആഘോഷമാക്കി മാറ്റണം എന്നാണ് ഗവൺമെന്റ് കണ്ടിട്ടുള്ളത്. ഇപ്പോ ഈ പരിപാടി വിജയിപ്പിക്കാൻ ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ മന്ത്രി, ചെയർമാനും പ്രിൻസിപ്പൽ സെക്രട്ടറി ജനറൽ കൺവീനറുമായിട്ടുള്ള സ്വാഗത സംഘം വിജയകരമായിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഗത സംഘം ചെയർമാൻ എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല, മിനിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളെ. അതില് 4,700 ചില്ലാനം പേര് പിന്നീട് ഒഴിവായല്ലോ, മരിച്ചവരും മറ്റുമൊക്കെ. എല്ലാ കണക്കും വിശദമായിട്ടുണ്ട്. ഞാനിപ്പോ നമ്മളിത് ആദ്യത്തെ പത്രസമ്മേളനമായതുകൊണ്ട് എല്ലാ കണക്കും ഇവിടെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്
1-ാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. നേരത്തെ 2023 ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നത് ഓർക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഒരു വർഷം പിന്നിട്ടപ്പോൾ ഉള്ള പുരോഗതി 47%, 47.89%. അപ്പൊ അതിന്റെ ഒരു നാൾവഴികളെല്ലാം കേരളാസ് ജേർണി ടുവേർഡ്സ് പോവർട്ടി ഫ്രീ സ്റ്റേറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് നമ്മളന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. വിശദമായ റിപ്പോർട്ട് ഇത്തവണ ഉണ്ടാവും. ഓരോ വിശദാംശങ്ങളും ലഭ്യമാക്കും, എല്ലാ കാര്യങ്ങളും. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്റെ കൈവശം ആ കണക്കെടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ലൈഫ് മിഷൻ പ്രകാരം വീട് കൊടുത്തതിന്റെ കണക്ക് ഇപ്പൊ കൈവശം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഇപ്പൊ തന്നെ പറയാം, ഒരു മിനിറ്റ്. നമ്മളിത് ആദ്യത്തെ ഇത് പ്രധാനമായും പരിപാടി വിശദീകരിക്കാനുള്ള പത്രസമ്മേളനം ആയതുകൊണ്ടാണ് അതെടുക്കാതെ. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് കുറ്റമറ്റ നിലയിൽ നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി സോഷ്യൽ ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. ഗുണഭോക്താക്കൾക്കിടയിൽ സോഷ്യൽ ഓഡിറ്റ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീട് കൊടുത്തത് 3913 പേർക്കാണ്. 3913 പേർക്ക്. ഭൂമി കൊടുത്തത് 1338 പേർക്ക്. വീട് റിപ്പയറിന് 2 ലക്ഷം വീതം അനുവദിച്ചത് 5651 പേർക്ക്. അടിസ്ഥാന രേഖകൾ, ഒരു രേഖയും ഇല്ലാതിരുന്ന 21263 കുടുംബങ്ങൾക്ക് രേഖകൾ ലഭ്യമാക്കി. അപ്പോ 60 കോടി. മുൻവർഷം 50 കോടി, ഈ വർഷം 60 കോടിയും വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെലവഴിച്ചിട്ടുണ്ട്. അതിൽ നിന്നും അതായത് ഞാൻ പറയാം ഇപ്പോ 7 പേരുടെ മറ്റേ അവയവദാനം മാറ്റിവെക്കൽ ഈ പദ്ധതി പ്രകാരം നടത്തിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ എല്ലാ കണക്കും കൃത്യമാണ്, ചില ചെറിയ വ്യത്യാസങ്ങൾ കാണും. 7 എന്നാണ് എന്റെ ഓർമ്മ. അവയവ മാറ്റിവെക്കൽ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഒരുമിച്ച് ഇത് വാങ്ങാൻ 6 ലക്ഷം രൂപ വരെ അനുവദിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഗ്യാപ് ഫണ്ട്, ഇപ്പൊ ചില തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തനത് ഫണ്ടിന്റെ കുറവൊക്കെ ഉള്ളവർക്ക് ഗ്യാപ് ഫണ്ടിംഗ് എന്ന നിലയിൽ ഈ ഫണ്ട് സർക്കാർ അനുവദിച്ച തുക വിനിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. എല്ലാ വിശദാംശങ്ങളും സമഗ്രമായ റിപ്പോർട്ടായിട്ട് തന്നെ അവതരിപ്പിക്കും. മാത്രമല്ല സോഷ്യൽ ഓഡിറ്റിന്റെ പരിശോധന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റിയുടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കിയതിലെ സുതാര്യത, അതുപോലെ തന്നെ പങ്കാളിത്താധിഷ്ഠിത മൂല്യനിർണ്ണയം, ഇടപെടലുകളുടെ വ്യാപ്തി, ഫലപ്രാപ്തി, ഇത് സമൂഹത്തിൽ ആനുകൂല്യങ്ങൾ അർഹരായവർക്ക് തന്നെ ലഭിക്കുന്നു എന്നിവയൊക്കെ ഉറപ്പാക്കാനുള്ളതാണ് സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി. അവർ ഓഡിറ്റ് നടത്തിയിട്ടുണ്ട്. 56,697 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓഡിറ്റാണ്. എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടുള്ള ഓഡിറ്റ് തന്നെ നടത്തിയിട്ടുണ്ട്. ഇതില് റിസോഴ്സ് പേഴ്സൺമാർ, പരിശീലനം നേടിയ പ്രാദേശിക സോഷ്യൽ ഓഡിറ്റ് റിസോഴ്സ് പേഴ്സൺമാർ അടങ്ങിയിട്ടുള്ള ഫീൽഡ് പരിശോധനാ ടീമുകൾ ഓരോ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലും സോഷ്യൽ ഓഡിറ്റ് നടത്തി. പ്രത്യേക സോഷ്യൽ ഓഡിറ്റ് ചോദ്യാവലി അടിസ്ഥാനപ്പെടുത്തി ആൻഡ്രോയിഡ് അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഓഡിറ്റ് പൂർത്തിയാക്കിയത്. ഫീൽഡ് തലത്തിൽ കൈവരിച്ച യഥാർത്ഥ ഭൗതിക നേട്ടങ്ങളെയും കണ്ടെത്തിയ കുറവുകളെയും പരിഗണിച്ച് ഓരോ ഗുണഭോക്താവിനെയും ജിയോ ടാഗ് ചെയ്ത് ഡേറ്റ ശേഖരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രഖ്യാപനത്തിന് മുന്നോടിയായി ചെക്കും സൂപ്പർ ചെക്കും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. പദ്ധതിയുടെ പൂർത്തീകരണത്തിന് മുന്നോടിയായി ഫീൽഡ് തലത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ കൃത്യത ഉറപ്പാക്കാൻ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചെക്ക്, സൂപ്പർ ചെക്ക് എന്നിവ പൂർത്തിയാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ അതിദരിദ്രരായ എല്ലാ കുടുംബങ്ങളുടെയും പരിശോധന ബ്ലോക്ക് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റികൾ നടപ്പാക്കി. 100%. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമപഞ്ചായത്തിൽ ശരാശരി 6-7 ഒക്കെ വരുന്നുള്ളൂ. അത് പരിശോധന നടത്തുക എളുപ്പമാണ്. ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെ മോണിറ്ററിംഗ് കമ്മിറ്റിയെ മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലാണ് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. അതാത് സ്ഥലത്തല്ല. ഈ ബ്ലോക്കിൽ ഉള്ളവർ മറ്റൊരു ബ്ലോക്കിൽ പോയിട്ടാണ് പരിശോധന നടത്തുന്നത്. ഇത് കൃത്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു മുനിസിപ്പാലിറ്റിയിലെ മോണിറ്ററിംഗ് കമ്മിറ്റി വേറൊരു മുനിസിപ്പാലിറ്റിയിലാണ് പരിശോധനയ്ക്ക് പോയിട്ടുള്ളത്. അതാത് മുനിസിപ്പാലിറ്റിയിലെ മോണിറ്ററിംഗ് കമ്മിറ്റി അല്ല പരിശോധിച്ചിട്ടുള്ളത്. കോർപ്പറേഷനുകളിൽ ആകെ അതിദരിദ്രരുടെ 20%യാണ് പരിശോധനയ്ക്ക് ഈ ചെക്കും സൂപ്പർ ചെക്കിന്റെ ഭാഗമായിട്ട് വിധേയരാക്കിയിട്ടുള്ളത്. ഇതിന് പ്രാഥമിക പരിശോധനയ്ക്ക് പിന്നാലെ പഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിൽ പരിശോധിച്ച വീടുകളുടെ 10% ഉൾപ്പെടുത്തി ജില്ലാ ജോയിന്റ് ഡയറക്ടർമാർ രൂപീകരിച്ച ടീമുകൾ സൂപ്പർ ചെക്ക് പുനഃപരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പൊ സംസ്ഥാന തലത്തിൽ ആകെ ഗുണഭോക്താക്കളുടെ 1% ഉൾപ്പെടുത്തി പ്രിൻസിപ്പൽ ഡയറക്ടർ, സംസ്ഥാന വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സൂപ്പർ ചെക്കും നടത്തിയിട്ടുണ്ട്.
ഇങ്ങനെ 5393 കുടുംബങ്ങളുടെ ജില്ലാതല സൂപ്പർ ചെക്കും 567 കുടുംബങ്ങളുടെ സംസ്ഥാനതല സൂപ്പർ ചെക്കും ഇപ്പൊ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതെല്ലാം ആൻഡ്രോയിഡ് അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. അത്രയും ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ പോകുന്നത്. ഇതിലിപ്പോ നമ്മുടെ സർവേയില് കേരളീയരല്ലാത്തവർ ഉൾപ്പെട്ടിട്ടില്ല. അവസാനിപ്പിക്കാല്ലേ? മറ്റു വിഷയം കൂടി എന്താണ്? ഒരു കന്യാസ്ത്രീ ഹഡിൽസിൽ കായികാധ്യാപികയാണ്. ഹഡിൽസിൽ 1ാം സ്ഥാനം നേടിയ ഒരു ദൃശ്യവും വാർത്തയൊക്കെ ഭയങ്കര വൈറലാണ്. പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റാണ് നടന്നത്. അതിലാണ് ഹഡിൽസിൽ സ്വർണം നേടിയത് സിസ്റ്റർ സബീന. മാനന്തവാടി ദോരക AUP സ്കൂളിലെ കായിക അധ്യാപികയാണ്. സിസ്റ്ററിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. എല്ലാഭിനന്ദനങ്ങളും. കോഴിക്കോട് കട്ടിപ്പാറയിൽ എന്താണ്? അവിടെ ഈ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് രീതിയിലാണ് സ്ഥാപനം പ്രവർത്തിച്ചതെന്നൊക്കെയാണ് പുറത്തു വരുന്നത്. അതായത് ജനങ്ങളെ കയ്യേറുകയും അത് വളരെ ഗൗരവമായിട്ടുള്ള സംഭവമാണ്. ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഇപ്പൊ കേരളത്തില് ഒരു കാലത്ത് ഈ കോഴി മാലിന്യം വഴിയിൽ തള്ളിയിട്ട് മൂക്കുപൊത്താതെ യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അതിന് പരിഹാരം ഉണ്ടാക്കിയത് 42 ചിക്കൻ റെൻഡറിംഗ് പ്ലാന്റുകൾ സ്ഥാപിച്ചതിലൂടെയാണ്. അതിലൊരു പ്ലാന്റാണ് താമരശ്ശേരിയിൽ പ്രവർത്തിക്കുന്നത്. അവിടെ ചില പരാതികൾ ഉയർന്നു വന്നു. എല്ലാ പരിശോധനകളും മലിനീകരണ നിയന്ത്രണ ബോർഡ്, തദ്ദേശ വകുപ്പ് തുടങ്ങിയിട്ടുള്ള നിയമപരമായ എല്ലാ പരിശോധനകളും നടത്തി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ആവശ്യമായിട്ടുള്ള അധിക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നിശ്ചയിച്ചു. ആ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തി ഇപ്പൊ ലഭ്യമായ വിവരമനുസരിച്ച് നിയമമെല്ലാം പാലിച്ചുകൊണ്ടാണ് അത് വീണ്ടും പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. ഇന്നലെ വീണ്ടും പ്രവർത്തിക്കാൻ ആരംഭിക്കുന്ന ദിവസമായിരുന്നു. നേരത്തെ വന്ന പരാതികൾ ഗവൺമെന്റ് ഗൗരവമായിട്ടെടുത്തു. ജില്ലാ ഭരണകൂടവും തദ്ദേശ വകുപ്പും അതുപോലെ തന്നെ നമ്മുടെ മലിനീകരണ നിയന്ത്രണ ബോർഡും എല്ലാം അക്കാര്യത്തിൽ ഇടപെട്ടു. ആ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അപ്പൊ നിയമപരമായ അനുമതികൾ വാങ്ങിയിട്ട് ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ ഇനി പരാതി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാം. ഇത് വളരെ യാദൃശ്ചികമായിട്ട് നടന്നതാണ് എന്ന് കരുതാനാവില്ല. അതിന്റെ പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് ആ സ്വഭാവത്തിൽ തന്നെ വ്യക്തമാണ്. അല്ലെങ്കിൽ സാധാരണ പ്രതിഷേധം ഇങ്ങനെയല്ലല്ലോ നടക്കുക. ജനകീയമായ പ്രതിഷേധമായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ നടക്കുക? അവിടെ പോയിട്ട് അക്രമം നടത്തി, പോലീസിനെ ആക്രമിച്ചു, തീയിട്ട് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് സാധാരണ ജനകീയ പ്രതിഷേധമല്ല. ചില ഛിദ്രശക്തികൾ ജനകീയ പ്രതിഷേധത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് വേണം സംശയിക്കാൻ. ആ ഛിദ്രശക്തികൾ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ മറയാക്കി നടത്തിയ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത അക്രമമാണത്. അക്രമത്തെ അക്രമമായി തന്നെ കാണും. നമ്മുടെ നാട്ടിൽ ഇത്തരം ഛിദ്രശക്തികളുണ്ടല്ലോ, എല്ലാത്തിനെതിരെ എല്ലാം മുടക്കാൻ നടക്കുന്നവരും പിന്നെ ജനങ്ങളെ മറയാക്കിയിട്ട് നുഴഞ്ഞു കയറിയിട്ട് ഇത്തരം അക്രമം നടത്തുന്നവരൊക്കെ ഉണ്ടല്ലോ. അത്തരത്തിലൊരു ഛിദ്ര ശക്തി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ ഗൗരവമായിട്ട് തന്നെ കാണണം. ഈ പീഡന സമയത്ത് ഈ സമരക്കാരായ കുട്ടികൾ പോലും അകത്തുണ്ട്. നമ്മൾ ഈ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. എന്താണ് അക്കാര്യത്തിൽ സർക്കാരിന്റെ നടപടി? അല്ല, അത് നിയമാനുസൃതമായിട്ടുള്ള നടപടി സ്വീകരിക്കും. സർക്കാർ നിയമാനുസൃതം മാത്രമേ പോകൂ. നിയമാനുസൃതമുള്ള നടപടി സ്വീകരിക്കും. അത് ഈ പറഞ്ഞ അക്രമം കാണിച്ചവർക്കെതിരെ നിയമാനുസൃതമായിട്ടുള്ള നടപടി ഉണ്ടാവും. ഇതൊന്നും വെച്ചു ഉറപ്പിക്കാൻ പറ്റുന്നതല്ല. ഒരു പരാതി ഉണ്ടെങ്കിൽ പരാതി നമുക്ക് പരിശോധിക്കാം. പരാതി ന്യായമായിട്ട് ആ കാര്യത്തിൽ തീർപ്പുണ്ടാക്കുകയും ചെയ്യാം. ഇടപെട്ടല്ലോ ഗവൺമെന്റ് ഇടപെട്ടു, ജില്ലാ ഭരണകൂടം ഇടപെട്ടതാണല്ലോ. ഈ നിലയിൽ അക്രമം കാണിച്ചിട്ട് എല്ലാം തടസ്സപ്പെടുത്തി കളയാം എന്നതിനോട് ഒരു തരത്തിൽ അത് വെച്ചുറപ്പിക്കാൻ പറ്റുന്ന സമീപനമല്ല. ഈ 1-ാം തീയതി നിയമസഭാ സമ്മേളനം എന്താണ് ചെയ്യുന്നത്? പ്രതിപക്ഷം കത്ത് അവരെ അറിയിക്കാതെ അജണ്ട എന്ന് അവർക്ക് അറിയാവുന്ന ഒരു സമ്മേളനമാണ്. എന്താണ് പാർലമെന്ററി കാര്യമന്ത്രിയാണ് ഞാൻ. എനിക്കങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല. പ്രതിപക്ഷ മുഖ്യമന്ത്രിക്കാണ് കത്ത് കൊടുത്തത്. ഈ നവംബർ 1-ാം തീയതി ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും 1-ാം തീയതിയിലെ പരിപാടിക്ക് ക്ഷണിക്കുന്നുണ്ട്. അത് പറയാൻ വിട്ടുപോയി. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നവംബർ 1 അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം. കാരണം ഇത് കേരളമാകെ കൈവരിച്ചൊരു നേട്ടമാണ്.
പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളും ഇതിൽ പങ്കാളികളാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൂടി ഉണ്ടാവും, ക്ഷമിക്കണം, അത് ആദ്യം പറയാൻ വിട്ടുപോയത്. നിയമസഭാ സമ്മേളനം എന്താണ് അജണ്ട? ശരിക്കും ഗവൺമെന്റ് കാര്യം മാത്രമാണ് കലണ്ടറിലുള്ളത്. അങ്ങനെ ഒരു രഹസ്യാത്മകതയ്ക്കുള്ള അല്ല, രഹസ്യാത്മകതയില്ല. അജണ്ട യഥാസമയം സർക്കുലേറ്റ് ചെയ്യും. അജണ്ട ഇറങ്ങിയിട്ടും വിജ്ഞാപനം ഇറങ്ങിയിട്ടും അതിനകത്ത് സർക്കുലേറ്റ് ചെയ്യും. അംഗങ്ങൾക്ക് അജണ്ട സർക്കുലേറ്റ് ചെയ്യല്ലോ. സമയം പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇറങ്ങിയ സമയം പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാ കാര്യവും നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് അംഗങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യല്ലോ. ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ സഭ ചെയ്യുന്നതോ ചട്ടപ്രകാരം ഒരു തടസ്സമുണ്ടെന്നാണ് ഒരു ഡസൻ തവണയെങ്കിലും ഇതിനു മുമ്പ് ചേർത്തിട്ടുണ്ട്. വലിയ വലിയ അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ട്, ആകാംക്ഷയൊക്കെ ഉണ്ട്. വലിയ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്താൻ പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിചാരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു സമ്മേളനം. അതുകൊണ്ടാണോ അതിൽ ചില വർഷങ്ങളൊക്കെ വന്നിട്ടുണ്ട്? ഏതായാലും ആകാംക്ഷയുള്ള സ്ഥിതിക്ക് ഞാൻ ആ ആകാംക്ഷ ഇപ്പൊ കളയുന്നത് ശരിയല്ലല്ലോ. അത് നിൽക്കട്ടെ. ഈ PMCയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നു. ഇന്ന് ക്യാബിനറ്റിലെ വിഷയം തീരുമാനമായിട്ടുണ്ട്. സത്യപ്രതിജ്ഞ പ്രകാരം ക്യാബിനറ്റിൽ നടക്കുന്ന ചർച്ച ഒന്നും പുറത്തു പറയാൻ പാടില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇത് നമ്മുടെ റാഞ്ചിയിലെ ഒക്ടോബർ മാസം 24 മുതൽ ഡിസംബർ 2 വരെ നടക്കുന്ന അണ്ടർ 15 ബോയ്സ് ആൻഡ് ഗേൾസിന്റെ വോളിബോൾ സെലക്ഷൻ ഇതിലേക്ക് 13 കുട്ടികളെ വീതമാണ് നമ്മൾ കേരളത്തിൽ നിന്ന് അയച്ചത്. അതിൽ 4 ആൺകുട്ടികൾക്ക് 2 പെൺകുട്ടികൾക്കും പിന്നെ അവരുടെ ദേശീയ ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെ സാമ്പത്തികപരമായി ഒക്കെ തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ്. അപ്പൊ ട്രെയിൻ ടിക്കറ്റ് അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അവർക്ക് 26-ാം തീയതി പിന്നെ ചൈനയിൽ വെച്ചാണ് നടക്കുന്ന ടൂർണമെന്റ്. 26-ാം തീയതിക്ക് മുമ്പേ അവർക്ക് പിന്നെ കോച്ചിങ് ക്യാമ്പിൽ എത്തിച്ചേരണം. അവർക്ക് ട്രെയിൻ ടിക്കറ്റിൽ റിസർവേഷനും കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ അവർക്ക് പിന്നെ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തു കൊടുത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നാളെ ഉച്ചയ്ക്ക് 11:30 നെടുമ്പാശ്ശേരിയിൽ നിന്ന് അവര് പുറപ്പെടും. 5 അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. അത് ഞാൻ ആ സമയമാകുമ്പോൾ പറയാം, കുഴപ്പമില്ല. അല്ല, ഈ പ്രതിപക്ഷമൊക്കെ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അതിൽ ഒപ്പിടാൻ കഴിയില്ല. കാരണം ഇത് ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ദേശീയ വിദ്യാഭ്യാസ നിയമം നടപ്പാക്കേണ്ടി വരും. അതെങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപ്പാക്കുന്നത്? ബിനോയ് ചോദിക്കുന്നത്. അല്ല, പിന്നെ ഞാനും ബിനോയ് വിശ്വം ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ തന്നെ. ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായത്തിന് നമ്മൾ ബഹുമാനിക്കുന്നു. അല്ല, CPM-നും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. CPM-നും അത്ര ഒരു കാര്യം ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ബിനോയ് വിശ്വം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. കുറച്ചു മുമ്പ് ആത്മസമ്മേളനത്തിൽ ഞാൻ അത് മനസ്സിലാക്കിയിട്ട് പറയാം. മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ എതിർപ്പ് അറിയിച്ചു. CPM മന്ത്രിമാർ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. മന്ത്രിസഭാ യോഗത്തിന്റെ കാര്യങ്ങളിലെ മുഖ്യമന്ത്രി പറയും. CPM ഇപ്പോഴും എതിർപ്പുണ്ട്. പിന്നെ എങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പ് സർക്കാർ മുന്നോട്ട് പോകുന്നത്? വളരെ ഐക്യത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകും. അവർ എതിർപ്പ് ഐക്യമായിട്ട് മാറ്റും. അങ്ങനെ ശരി എന്നാ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണാൻ അടുത്ത ആഴ്ച പോകുന്നു പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മുടെ ഒരു ഫെഡറൽ രാജ്യമുണ്ട്. അപ്പൊ കേന്ദ്രമന്ത്രിമാരെ കാണും. കേന്ദ്രമന്ത്രിമാരെ കാണാൻ പോകുന്നുണ്ട്. സ്ഥിരം പോകുന്നത് തന്നെ. അപ്പൊ ഒരു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.